ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന. മിഥിലക്ക് സംഭവിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കാതെ പോകരുത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകമായതുമായ ഒരു ഭാഗമാണ് മുഖം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും ഭംഗിയും ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് മുഖത്തിലൂടെയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റായ സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും മുഖത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കാറുണ്ട്. ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസികാവസ്ഥയെയും പ്രതികൂലമായി തന്നെ ബാധിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ചിലർ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിപ്പോകും. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ മുഖം. വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ നാം പലപ്പോഴും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന്, അടച്ചുവെച്ച കുക്കർ പെട്ടെന്ന് തുറക്കുമ്പോൾ അതിലുള്ള ആവി പുറത്തേക്ക് വന്ന് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അടുക്കളയിൽ നിന്ന് വരുന്ന ആവി, ചൂടുവെള്ളം, എണ്ണ എന്നിവ മുഖത്ത് തെറിക്കുന്നത് വളരെ അപകടമാണ്. ഇത് മുഖത്ത് പാടുകൾ ഉണ്ടാക്കുകയും സൗന്ദര്യം നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധയും സുരക്ഷയും ഉറപ്പാക്കണം. ഇക്കാലത്ത് മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടി പലതരം ക്രീമുകളും ലേപനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇവയിലെ രാസവസ്തുക്കൾ ചിലപ്പോൾ ചർമ്മത്തിന് ദോഷകരമായി ബാധിക്കാറുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ ക്രീമുകൾ ഉപയോഗിക്കുന്നതിലൂടെ മുഖക്കുരു, ചർമ്മത്തിന് ചൊറിച്ചിൽ, നിറമാറ്റം, അലർജി എന്നിവ ഉണ്ടാക്കാം. ചിലപ്പോൾ അത് മുഖം കൂടുതലായി വികൃതമാക്കാനും കാരണമാകും. നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ ക്രീമുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഒരു ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചേരുവകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒരു ഡോക്ടറുടെയോ സൗന്ദര്യ വിദഗ്ധൻ്റെയോ നിർദ്ദേശം തേടുന്നത് വളരെ ഉചിതമായ കാര്യമാണ്. സൗന്ദര്യവതിയായ മിഥിലക്ക് തൻ്റെ മുഖം വികൃതമാകാനുള്ള കാരണം ഒരു അശ്രദ്ധ മാത്രമായിരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിച്ചേക്കാം. മിഥിലയുടെ ഈ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചിലർക്കെങ്കിലും ഗുണപ്പെട്ടേക്കാം. ഈ വേളകളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുഖത്ത് ഗുരുതര പരിക്കുകൾ ഉണ്ടാകുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. മിഥിലക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും തന്നെ സംഭവിക്കാതിരിക്കട്ടെ. അതിന് ശ്രദ്ധ അത്യാവശ്യമായി ഈ കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തേണ്ടതാണ്. വരൂ, നമുക്ക് മിഥിലക്ക് സംഭവിച്ചത് എന്തെന്നറിയാം. ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ, കിച്ചണിൽ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു. സ്പൂണ് വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു. സത്യമാണ്. ഞാൻ പക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു. തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് കണ്ട് അടിച്ചുണ്ട് കയറുകയാണ് ചെയ്തത്. ഭയങ്കര, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം വരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നമ്മുടെ കിച്ചണിൽ നിന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ്.